പ്രേമലേട്ടാ, ഇന്ത്യയിലെ താരിഫൊക്കെ കൂട്ടി ട്രംപ് ഇങ്ങനെ വലിയ ആളായി ഞെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഒരു സാധനത്തിൽ തൊട്ടാൽ അമേരിക്കയ്ക്ക് പൊള്ളും. അതേത് സാധനം, എന്താ കാര്യം? അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളത് മനുഷ്യന്മാരാണല്ലോ. അപ്പൊ ഇവർക്ക് പനി വന്നാൽ ചികിത്സിക്കാം, അതേപോലെ അസുഖം വന്നാൽ ചികിത്സിക്കണമല്ലോ. അപ്പോൾ അമേരിക്കയിൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ ആളുകൾ കഴിക്കുന്ന മരുന്നുകളിൽ 40% ഇന്ത്യയിൽ നിന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജനറിക് മരുന്നുകൾ. അപ്പോൾ ഈ ജനറിക് മരുന്നുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും പറഞ്ഞുതരാം. അതായത് ഈ മരുന്നിനൊക്കെ ഏറ്റവും വലിയ വില വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ പാരസെറ്റമോൾ വേണ്ട, ക്യാൻസർ എന്ന് കരുതിക്കോ. ഒരു ക്യാൻസറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നിന് 1000, 2000, 5000 ഒക്കെ വില വരും. ഭയങ്കര തീപിടിച്ച വില. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിലുപയോഗിക്കുന്ന കെമിക്കലൊക്കെ വളരെ നിസ്സാരമായിരിക്കും, പക്ഷെ അത് കണ്ടുപിടിച്ച ആ കണ്ടുപിടുത്തം ഉണ്ടല്ലോ, അതിന്റെ പേറ്റന്റ് റൈറ്റ് എന്നാ പറയുക. ആ ഒരു ഗവേഷകന്റെ ശ്രമഫലമായിട്ട് ഉണ്ടായ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആയിരിക്കും ഒരു മരുന്നെന്ന് പറയും. അപ്പൊ ആ ഗവേഷണ പ്രവർത്തനത്തിന് നമ്മൾ പേറ്റന്റ് കൊടുക്കേണ്ടി വരും. അത് ഭീമമായ തുക, അയാൾ പറയുന്ന പൈസ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പൊ ഇതും കൂടി ചേർത്ത് ആ ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ വില കൂടാതെ ഈ പേറ്റന്റ് റൈറ്റ് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഈ മരുന്നുകൾക്കൊക്കെ, ചില മരുന്നുകൾക്കൊക്കെ ഭയങ്കര വില വരുന്നത്. അപ്പൊ ഈ പേറ്റന്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവനുള്ള സംഗതിയൊന്നുമല്ല. ഒരു നിശ്ചിത കാലാവധി വരെ ഈ പേറ്റന്റ് റൈറ്റ് കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഈ മരുന്ന് വേണമെങ്കിൽ മറ്റാർക്കും അനുകരിക്കാം. ഈ പേറ്റന്റ് റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ആ കോമ്പൗണ്ട് ആ ഒരു കമ്പനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റാർക്കും അത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അത്തരം ചില നിബന്ധനകൾ ഉള്ളതുകൊണ്ടാണ് ഈ പേറ്റന്റ് റൈറ്റ് വരിക. അപ്പോൾ ആ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ അതേ കെമിക്കൽ കോമ്പൗണ്ട് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്ത് അതേ റിസൾട്ട് തരുന്ന മറ്റൊരു മരുന്ന് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ജനറിക് മെഡിസിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇന്ത്യ അതിൻ്റെ ഒരു ഹബ്ബാണ്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഫാർമസികൾ ധാരാളം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അതിലേറിയ പങ്കും കൊടുക്കുന്ന ജനറിക് മെഡിസിനാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഈ പറയുന്ന പേറ്റന്റിന്റെ ആ ഒരു ഭാരം ഇതിനില്ല. അതുകൊണ്ട് തന്നെ ഇതിന് വിലയും കുറവായിരിക്കും. അപ്പോൾ വില കുറഞ്ഞ എന്നാൽ ഫലപ്രദമായ മരുന്നുകൾ ധാരാളമായി ഉണ്ടാക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനറിക് മരുന്നുകൾ ഉണ്ടാക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യ ഇതേപോലെ ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് 50% വരെ നികുതി ഏർപ്പെടുത്തിയാലും ഇന്ത്യക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ മരുന്നുകൾക്ക് നികുതി ഏർപ്പെടുത്താൻ ട്രംപ് ഒന്ന് മടിച്ചു നിൽക്കുകയാണ്. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ വിറ്റഴിക്കപ്പെടുന്ന അവശ്യ മരുന്നുകളിൽ 40% ഇന്ത്യൻ നിർമ്മിതമാണ്, പ്രത്യേകിച്ച് ജനറിക് മെഡിസിൻ. പക്ഷേ ട്രംപ് ഇന്ത്യക്കെതിരെ നികുതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അവിടെയുള്ള ചില കമ്പനികളുണ്ട്, അതിന്റെ പേര് എലി ലില്ലി, ജോൺസൺ ആൻഡ് ജോൺസൺ, സൈഫർ. ഈ സൈഫർ എന്ന സാധനം നേരത്തെ പ്രശസ്തമാണ്. അത് ഈ നമ്മുടെ കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ മെനക്കെട്ടൊരു സ്ഥാപനമാണ്. അപ്പോൾ ഇവരോടൊക്കെ ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് പകരം, അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഇത് നിർമ്മിച്ച് ഇവിടെ കൊണ്ട് വിൽക്കുന്നതിന് പകരം ഇവിടെ തന്നെ നിങ്ങളുടെ മരുന്നുണ്ടാക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന പരിപാടി നിർത്താനാണ് പറയുന്നത്. പക്ഷെ നിലവിൽ ഇന്ത്യ അടക്കമുള്ള ഇത്തരം 40% വില കുറവുള്ള മരുന്നുകൾ, 40%-ഓളം അമേരിക്ക ഉപയോഗിക്കുന്ന ജനറിക് മെഡിസിൻ എല്ലാം ഇന്ത്യയിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് തൽക്കാലം ഇന്ത്യക്കെതിരെ നികുതി വേണ്ട, ആ കാര്യത്തിൽ വേണ്ട എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ഇതൊരു അവസരമാക്കി എടുത്തിട്ടുണ്ട്. കാര്യം അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ അതിൻ്റെ ഒരു സാധ്യത ഇന്ത്യൻ കമ്പനികൾക്ക് തുറന്നു കിട്ടുന്നു എന്നും മനസ്സിലാക്കാം. ഇനി മറ്റൊരു കണക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് S&P ഗ്ലോബൽ റേറ്റിംഗ്സ്, അവരുടെ പഠനപ്രകാരം അമേരിക്ക ഇന്ത്യക്കെതിരെ എത്ര വലിയ നികുതി ചുമത്തി, എത്ര വലിയ താരിഫ് യുദ്ധത്തിൽ ഏർപ്പെട്ടാലും അത് ഇന്ത്യയെ ബാധിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവിടെ ഈ GDP, അതായത് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും രാജ്യത്തിന്റെ കയറ്റുമതിയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തൽ. കാരണം നമ്മൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിലേറെയും വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മൾ വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കയറ്റുമതിയെ ആശ്രയിച്ച് കഴിയാത്ത ഒരു സാമ്പത്തിക ഘടന നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് നമുക്ക് ഈ അമേരിക്കയുടെ ഈ വ്യാപാര യുദ്ധം ബാധിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ GDP എന്ന് പറയുന്നത് 6.5% വർധന രേഖപ്പെടുത്തി ഏതാണ്ട് വളരെ മുന്തിയ നിലയിൽ, ഉന്നത നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്.
പക്ഷേ അത് ഏറ്റവും ഏറിയ പങ്കും നമ്മൾ അത് ആശ്രയിക്കുന്നത് ആഭ്യന്തര വിപണിയാണ്. അതുകൊണ്ട് ഇത് ബാധിക്കില്ല. എന്നാൽ ചില കാര്യങ്ങൾക്ക് കൃത്യമായി പറഞ്ഞാൽ ടെക്സ്റ്റൈല്, അതേപോലെ രത്നങ്ങൾ, ജ്വല്ലറി തുടങ്ങിയ തൊഴിലാളികൾ ധാരാളമായിട്ട് ഉള്ള മേഖലകളിൽ ഉള്ള വ്യവസായശാലകൾക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഈ നികുതി, ഇത്ര വലിയൊരു നികുതി ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും വലിയ നഷ്ടം ഇവർക്ക് ഉണ്ടാകും. അപ്പോൾ ഈ നഷ്ടം സഹിച്ച് അമേരിക്കയിലോട്ട് കയറ്റി അയക്കേണ്ട എന്നൊരു നിലപാടെടുക്കുമ്പോൾ ഹ്രസ്വകാലത്തേക്കെങ്കിലും ഈ തുണി തരങ്ങൾ അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ ഒരു പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ എന്ന് പറയുന്നത് ഈ തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വസ്ത്ര മേഖലയിൽ വളരെയേറെ സാധ്യതകളുള്ളൊരു രാഷ്ട്രമാണ്. അമേരിക്കയിലോട്ട് വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമാണ്. അതുകൊണ്ട് ആ മേഖലയിൽ വലിയ ബാധിക്കാനിടയുണ്ട്. അതേസമയം തന്നെ ഈ മരുന്നുകൾ, സ്മാർട്ട് ഫോണുകൾ, സ്റ്റീല് മുതലായവയ്ക്ക് അമേരിക്ക ഇപ്പോൾ ഒന്ന് കണ്ണടച്ച് തന്നിട്ടുണ്ട്. തൽക്കാലം ഈ മേഖലകൾ വലിയൊരു നികുതി വർധനവിലേക്ക് പോയിട്ടില്ല. അതിൻ്റെ കാരണമുണ്ട്. കാര്യം ഇത് ഏറിയ പങ്കും അവിടുത്തെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അപ്പം നികുതി വർദ്ധിപ്പിച്ചാൽ അത് അവിടെ വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിന് കാരണമാകും എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മരുന്നുകൾ, സ്മാർട്ട് ഫോണ്, സ്റ്റീല് അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ചെറിയ ഇളവ് അല്ലെങ്കിൽ പുതിയ നികുതി അതിനെ ഏർപ്പെടുത്താതിരിക്കാനായിട്ടുള്ള കാരണം. പിന്നെ ഈ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയും. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും വ്യവസായശാലകൾക്ക് അസംസ്കൃത വസ്തുവായി മാറാൻ സാധ്യതയുള്ള സംഗതികൾ. അതേപോലെ കെമിക്കൽസ്, ഓട്ടോമൊബൈൽസ്, ഫുഡ് ആൻഡ് ബിവറേജസ്, ഇവർക്കൊക്കെയാണ് ഏറ്റവും വലിയ തിരിച്ചടി അമേരിക്കൻ വ്യാപാര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അതിലേറിയ പങ്കും ഈ ഫുഡ് ആൻഡ് ബിവറേജസ്, അതായത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇത് അവിടെ ഒരു വലിയ രീതിയിലുള്ള നികുതി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഇന്ത്യൻ വിപണിയിൽ കെട്ടിക്കിടക്കും. പക്ഷേ ഈ ഭക്ഷണ വസ്തുക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൺസ്യൂമറബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു പരിധിക്കപ്പുറം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഇതിന് ബദൽ വിപണി കണ്ടെത്തുക എന്നുള്ളതും പ്രയാസകരമായ സംഗതിയാണ്. അപ്പോൾ അത് അമേരിക്ക ഇത്തരത്തിലോട്ട് നയം എടുക്കുമ്പോൾ ഈ വിപണികൾക്ക്, ഈ ഒരു മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറയാം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടെക്സ്റ്റൈൽ വിപണിക്കും വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയിൽ മൊത്തം എത്തുന്ന തുണിത്തരങ്ങളിൽ ഏതാണ്ട് 9% ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങളാണ്. ഇത് നേരത്തെ ഇത്തിരി കുറഞ്ഞു നിൽക്കുകയായിരുന്നു. കാര്യം അമേരിക്കയും ചൈനയുമായിട്ട് വ്യാപാര യുദ്ധം വന്ന സമയത്താണ് ഇന്ത്യയുടെ ഈ മാർക്കറ്റ് ഷെയർ കൂടിയത്. നേരത്തെ 6% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ തുണിത്തരങ്ങൾ അമേരിക്കയിൽ. പക്ഷേ ഇപ്പോൾ അത് 9% വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ചൈനയുടെ തുണിത്തരങ്ങളുടെ ഇത് 35% നിന്ന് 25% കുറയുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ കയറ്റുമതി അമേരിക്കയിലോട്ട് ഈ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു അധിക നികുതി പ്രഖ്യാപനം വന്നത് ആ മേഖലയെ, തുണിത്തരങ്ങൾ സംബന്ധിച്ചുള്ള മേഖലയിൽ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതേസമയം തന്നെ ടെലികോം, ഏവിയേഷൻ, ഹോട്ടൽ, സിമൻറ്റ് തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ ആഭ്യന്തര വിപണി വളരെ ശക്തമാണ്. അതുകൊണ്ട് അമേരിക്ക വലിയ നികുതി ഏർപ്പെടുത്തിയാലും വലിയ ക്ഷീണം ഇന്ത്യൻ വിപണികളിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന 28-ാം തീയതി മുതൽ ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം ഒരു മറയും ഇല്ലാണ്ട് പുറത്തേക്ക് വരികയാണ്. വലിയ രീതിയിലുള്ള ഭീമമായ നികുതി ഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അത്രയും വലിയൊരു നികുതി അടിച്ചേൽപ്പിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം. പക്ഷേ അതൊരു പരിധിക്കപ്പുറം ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയില്ല. എന്നാൽ ചെറിയ ചില മേഖലകൾക്ക് ബാധിക്കാൻ ഇടയുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖല പൂർണ്ണമായും സുരക്ഷിതമാണ്. ഒരു പക്ഷേ ഇന്ത്യക്ക് പുതിയ അവസരങ്ങൾ ആ മേഖല തുറന്നു നൽകുമെന്നുള്ളതാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറയുന്നത്.